ഹിമാചൽ പ്രദേശിൽ വീണ്ടും മിന്നൽ പ്രളയം. കിനോറിലാണ് പ്രളയമുണ്ടായത്. 4 പേർ കുടുങ്ങിക്കിടക്കുന്നു. ഒരാൾക്ക് പരിക്ക്. 2 പാലങ്ങൾ ഒഴുകിപ്പോയി. അനൂപ്ദാസ് ചേർന്ന വിവരങ്ങളുമായി. അനൂപ്ദാസ്, വീണ്ടും ഭീതിയിലാഴ്ത്തി പ്രളയം എന്നത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. ഈ 2 പാലങ്ങൾ ഒഴുകിപ്പോയി എന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്ന ഈ വിവരങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നതല്ലേ? വിശദ വിവരങ്ങൾ എന്താണ് അനു? അതെ, ഹിമാചൽ പ്രദേശിൽ കുറച്ച് പ്രശ്നം നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. നേരത്തെ തന്നെ ഈ മൺസൂൺ കാലത്ത് 136 പേരാണ് പലതവണയായി ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, മിന്നൽ പ്രളയം ഉൾപ്പെടെയുള്ളവയിൽ മരണപ്പെട്ടത് ഹിമാചലിൽ മാത്രം. ഇപ്പോൾ വീണ്ടും സ്ഥിതി കൂടുതൽ ഗുരുതരമാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്പിതി, ഒപ്പം തന്നെ കുളു, ഷിംല എന്നിവിടങ്ങളിൽ, മണ്ഡി എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ കാര്യമായ കുഴപ്പങ്ങളുള്ളത്. പല ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ നില നമ്മൾ പരിശോധിക്കുമ്പോൾ 325 റോഡുകൾ, 2 ദേശീയപാതകൾ ഉൾപ്പെടെ 325 റോഡുകൾ അടച്ചിട്ടുണ്ട്. 4 പേരെ കണ്ടെത്താനുണ്ട്. അവർ വെള്ളത്തിലൊഴുകിപ്പോയി എന്നാണ്. കിനൂറിലുള്ള ആളുകളാണ്. അവർ വെള്ളത്തിൽ ഒഴുകിപ്പോയി എന്ന വിവരമുണ്ട്. ഒരാളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ ഇന്ന് മഴ പെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും കഴിഞ്ഞ ഒരു മാസത്തിനിടെ 63 തവണ മിന്നൽ പ്രളയം, 36 തവണ ഉരുൾപൊട്ടലെല്ലാം ഉണ്ടായ സ്ഥലമാണ് ഹിമാചൽ പ്രദേശ്. ആ സ്ഥലത്ത് വീണ്ടും കൂടുതൽ ഗൗരവത്തോടുകൂടി പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ അവസ്ഥ. ഇന്നലെ രാത്രി മുതലാണ് അതിശക്തമായ മഴ ആരംഭിച്ചത്. കുളുവിലും ഒപ്പം തന്നെ സ്പിതിയിലുമാണ് ഇപ്പോൾ കൂടുതൽ സ്ഥിതിഗതികൾ ഗുരുതരമായി കൊണ്ടിരിക്കുന്നത്. ശരി അനൂപ, വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. വീണ്ടും എത്രയോ തവണ പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ വീണ്ടും മിന്നൽ പ്രളയം ഉണ്ടായി എന്നതാണ്. ഒരു സ്ഥലം തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്നു. 2 പാലങ്ങൾ ഒഴുകി പോയിരിക്കുന്നു. Namaste, Nania.